ജില്ലാതല തദ്ദേശ അദാലത്തിൽ ഓൺലൈൻ പോർട്ടൽ മുഖേന ലഭിച്ച 1360 പരാതികളിൽ 1236 എണ്ണത്തിലും അനുകൂലമായ തീർപ്പുണ്ടാക്കിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 121 പരാതികൾ നിരസിച്ചതായും 3 എണ്ണം തുടർ പരിശോധനയ്ക്ക് അയച്ചതായും മന്ത്രി പറഞ്ഞു. മുന്നിൽ വന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ വെച്ച് തീർപ്പുണ്ടാക്കുക. അതേസമയം കൂടിയാലോചനകളിലൂടെ സാധാരണഗതിയിൽ എളുപ്പമല്ലാത്ത അനേകം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൽ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സഹകരണം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്, 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, തിരുരങ്ങാടി നഗരസഭാ ചെയർമാൻ ഒരു വഴിയുടെ പ്രശ്നം, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വഴിയുടെ പ്രശ്നം വന്നപ്പോൾ വളരെ അനുകൂലമായിട്ടാണ് നമ്മൾ പ്രതികരിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ ഹീമോഫീലിയ രോഗിയുടെ ഒരു ഉപജീവന മാർഗത്തിന് ഒരു സൗകര്യം ഒരുക്കേണ്ട കാര്യം വന്നപ്പോൾ അതും അദ്ദേഹം അംഗീകരിക്കുകയും ഉടൻ അത് നിർവഹിക്കാം എന്നറിയിക്കുകയും ചെയ്തു. ഒരു ചെറിയ കാര്യമാണെങ്കിൽ മൊബൈൽ പ്രശ്നം വന്നു. അപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. ഓൺലൈനായി ലഭിച്ച 1357 പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട്. പരാതികളിൽ 91% അനുകൂലമായാണ് തീർപ്പാക്കിയത്. അദാലത്തിൽ ഇന്ന് നേരിട്ട് വന്ന 370 പരാതികൾ തുടർ പരിശോധന നടത്തുമെന്നും 2 ആഴ്ചയ്ക്കകം ഇതിൽ തീർപ്പുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എംഎൽഎമാരായ പി ഉബൈദുള്ള, ടി.വി. ഇബ്രാഹിം, കുറുക്കോളി മൊയ്തീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, യു.എ. ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ.കെ. റഫീഖ തുടങ്ങിയവർ അദാലത്തിൽ സജീവമായി പങ്കെടുക്കുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിൽ മന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം. ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.